ഹായ് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ 11 വിഷു വിഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഓരോരോ വിഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ വിഭവം എന്ന് പറയുന്നത് ഒരു മാംഗോ പിക്കിളാണ്. മാംഗോ പിക്കിള് പലതരത്തിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതില് ഒരു ഇൻസ്റ്റന്റ് പിക്കിളായിട്ട് നമ്മൾ ഒരു വേറെ ഒന്നും എന്താ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനത്തെ ഇൻസ്റ്റന്റ് പിക്കിളാണ് ഇന്ന് ഉണ്ടാക്കിയത്. എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റണതാണ്. അതായത് നമുക്ക് വിഷുവിന്റെ അന്ന് തന്നെ അല്ലെങ്കിൽ തലേദിവസം രാത്രിയോ അല്ലെങ്കിൽ വിഷുവിന്റെ രാവിലെയോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ആ സദ്യക്ക് അപ്പൊ തന്നെ വിളമ്പാൻ പറ്റിയ ഒരു തരം പിക്കിളാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഈസിയാണ് ഉണ്ടാക്കാൻ. വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഈ സൈസിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കണേ. 2 ഇടത്തരം മാങ്ങ ഇതേപോലെ നന്നായി ചെറുതാക്കി നുറുക്കണം ആദ്യം തന്നെ. അപ്പൊ ഈ 2 മാങ്ങ നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് തിരുമ്മി വെക്കണം. പിന്നെ മുളക് പൊടി ഇടാൻ പോവാ. അതിൽ ഇത് കാശ്മീരി ചില്ലിയാണ്. ഉപ്പും മുളകൊക്കെ നന്നായി തിരുമ്മി വെച്ചിട്ട് 1/2 ടീസ്പൂൺ കൂടി ഇടാൻ പോവാം. ടോട്ടൽ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും എരിവ് എത്രത്തോളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഈ മാങ്ങ പുളി ഉള്ളതാണ്. പുളി ഇല്ലാത്ത മാങ്ങയാണ് വെച്ചെങ്കിൽ വിനീഗർ ഒഴിച്ചാൽ പുളി കിട്ടിക്കോളും. ഇത് ഞാനിപ്പോൾ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കറിവേപ്പിലയും ചെറുതാക്കി പൊട്ടിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 3-4 കറിവേപ്പില പൊട്ടിച്ച് ഇങ്ങനെ ചെറുതാക്കി പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിക്കും. നല്ലെണ്ണയാണ് ഞാൻ ചേർക്കണത്. 2 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ ചേർക്കാൻ പറ്റില്ല? വെളിച്ചെണ്ണയും ചേർക്കാം. പക്ഷെ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അധികം ഒന്നും ഇരിക്കില്ല. ഇത് 2 ആഴ്ച കേടുകൂടാണ്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലേ. മറ്റത് പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കണം. ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കായം 3/4 ടീസ്പൂൺ. ഇത് വറുത്ത് പൊടിക്കാത്തതാണ്. ഇത് പൊടിയാണ്, കായപ്പൊടിയാണ്. അപ്പം അതിലേക്ക് കായം ചേർത്തു. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. മുളക് പൊടി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കിടന്ന് തിളച്ചാലും നല്ലതാണ്. ഉപ്പും മുളക് പൊടിയൊക്കെ ഇതിലിട്ട് തിളപ്പിക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ മുളക് പൊടിയും ഉപ്പൊക്കെ ഇങ്ങനെ നമ്മൾ തിരുമ്മി പിടിപ്പിച്ചു. ഇനിയിപ്പോൾ ഇത് തിളച്ചു. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉലുവ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇടാം. 1/4 ടീസ്പൂൺ. പല സൈസിലും ഉണ്ടാക്കാം കേട്ടോ. പല തരത്തിലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് ഒരു സദ്യയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം ഇതുണ്ടാക്കി പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിനും ഇതിന് ചൂടാറാൻ വെക്കണം അല്ലേ? ഇത് ചൂടാറിയിട്ട് വേണം ഇനി മാങ്ങയിലേക്ക് ഒഴിക്കാനായിട്ട്. നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ചൂടാറിയിട്ടുണ്ട്. അപ്പം മാങ്ങയിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിരുന്നത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഉലുവയും കായും ഒക്കെ ഇതിലുണ്ട്, എണ്ണയും. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. കാണുമ്പോൾ തന്നെ വയല് വെള്ളം വരുന്നു. എന്നിട്ട് നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ നോക്കുക. പുളി മതിയോ ഉപ്പ് മതിയോ എന്നൊക്കെ നോക്കാം. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ച് പുളി റെഡിയാക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. പലതരത്തിലുള്ള അച്ചാറുകളുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വെള്ളം അവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ ചേർക്കാം. ചിലർക്ക് നല്ലോണം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഒഴിക്കുക. ഇൻസ്റ്റന്റ് അച്ചാർ റെഡി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊരു ഈസിയാണ് ഇൻസ്റ്റന്റ് പിക്കിൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഞാനിങ്ങനെ ഇത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ പരട്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ വിഷുവിന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വിഭവമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫറെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ മെമ്പർ ആവുക. നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്തുക. അപ്പം നമുക്ക് അടുത്ത വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.